ഹലോ, നമ്മൾ തമ്പലൈനിൽ കൊടുത്ത പോലെ നല്ല അയില തവ ഫ്രൈയും അതുപോലെ തന്നെ ചട്ടിച്ചോറും. സംഭവം ഒന്നുമില്ലെന്നേ, നമ്മുടെ അയില പൊരിച്ചതും അതുപോലെ തന്നെ ചട്ടിച്ചോറും. ചട്ടിച്ചോറ് ചെറിയൊരു ട്വിസ്റ്റാണ്, ലാസ്റ്റ് കാണാം. അപ്പം നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ എന്നിട്ട് അരച്ചെടുക്കുക. ആ അരപ്പിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂട്ടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഗംഭീരമായിരിക്കും. ഇത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് കൈ വെച്ച് ഈ മസാല കുറച്ച് വെള്ളമൊഴിച്ച് ഒന്നിങ്ങനെ കൈ കൊണ്ട് തിരുമ്മി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫിഷിലോട്ട് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഫ്രഷായിട്ട് അതിൻ്റെ മേലെ കൂടെ ഇങ്ങോട്ട് തൂവിയിട്ട് മാറ്റി അങ്ങോട്ട് വയ്ക്കുക. ഇതിങ്ങനെ മീൻ പൊരിക്കുമ്പോഴേ നമുക്ക് മീൻ പൊരിക്കുമ്പോൾ ഭയങ്കര വൈബാണ്. മീൻ പൊരിക്കുകയാണെങ്കിലും മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും അതിനിപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും തന്നെയും ഞാൻ പറഞ്ഞിട്ടില്ലേ മുന്നേ വീഡിയോയിൽ, ഞങ്ങൾ ഈ ചട്ടിക്ക് ഭയങ്കര തല്ലായിരിക്കും. അത് തറവാട്ടിലാവുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു തല്ലുണ്ടായിട്ടുള്ളൂ കേട്ടോ. നമ്മളെല്ലാം ഓരോ വഴിക്ക് വന്നതിന് ശേഷം ചട്ടിച്ചോറും അമ്മിച്ചോറും എപ്പോഴും മിസ് ചെയ്യും. ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു വൈബില്ല. ഇന്ന് ഹോട്ടലിലൊക്കെ ചട്ടിച്ചോറ് ഒരു താരമായപ്പോൾ ഞാൻ ചുമ്മാതെങ്ങാനും ഹോട്ടലിൽ പോയി ചട്ടിച്ചോറ് മേടിച്ച് കഴിക്കുന്നവരെ ഒന്ന് കളിയാക്കും. ഇവരൊക്കെ നമ്മളെ തിരിച്ച് കളിയാക്കിയിട്ടുണ്ട് ചട്ടിയിലിട്ട് ചോറ് കഴിക്കുന്നതിന്. വീട്ടിലിരുന്ന് നല്ല ചട്ടിയിൽ ചോറ് കഴിക്കുമ്പോൾ ഈ ഹോട്ടലുകളിൽ നിന്ന് ഇത് മേടിച്ച് കഴിക്കുന്നവർ നമ്മളെ നന്നായിട്ട് കളിയാക്കിയിട്ടുണ്ടേ. അപ്പം നമ്മൾ തിരിച്ചും കളിയാക്കണമല്ലോ. എൻ്റെ കീടങ്ങളെ സൗണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാവേ. അതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നിങ്ങൾ സഹിച്ചാൽ മതി, ഓക്കെ. എൻ്റെ ചെറുതിൽ ഈ മസാല തിരുമ്പുന്നത് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മസാല തിരുമ്പുന്നതല്ല കേട്ടോ, അത് ഉണ്ടാക്കുന്നത്. കാരണം അമ്മിയിൽ ഉണക്കമുളകിട്ട് അതാദ്യം നന്നായിട്ട് അരച്ച് അതിലേക്ക് മഞ്ഞളിട്ട് അതും അരച്ച് പിന്നെ ചെറുള്ളിയുടെ വരവായി, വെളുത്തുള്ളിയുടെ വരവായി, ഇഞ്ചിയുടെ വരവായി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ച് ഒരു ഉരുള പോലെ ആക്കും ആൻറ്റിമാർ ചെയ്യുന്നതാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ അതെടുത്ത് ആ അമ്മിയൊക്കെ നല്ല ക്ലീനാക്കി കഴുകി അതുപോലെ വെക്കും. എന്നിട്ട് ഈ മസാല കൊടുത്തിട്ടാണ് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ്. മിക്സി സാറിൻ്റെ വരവോടുകൂടി അതൊക്കെ അങ്ങോട്ട് നിർത്തിലാക്കി. പക്ഷെ എന്നാലും അമ്മിയിലരച്ച മസാലയുടെ ടേസ്റ്റ് വേറെ ഒരു രസം തന്നെ കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി അത് എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല തൂവി അതിൻ്റെ മുകളിലേക്ക് മീനിങ്ങനെ നിരത്തി വയ്ക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചോട്ട് വേവിക്കുക. ഈ അമ്മിക്കല്ലിൻ്റെയും അരക്കല്ലിൻ്റെയൊക്കെ കഥ പറയുമ്പോഴേ എൻ്റെ വല്ലുപ്പ എപ്പോഴും പറയും, നിന്നെ കെട്ടിക്കുമ്പോൾ നിനക്ക് സ്ത്രീധനായിട്ട് അമ്മിക്കല്ല് തരാമെന്നുള്ളത്. അങ്ങനെ നമ്മുടെ മീൻകൂട്ടാൻ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ച് നമ്മുടെ ചട്ടി അങ്ങോട്ട് എടുത്ത് അത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ചോറിട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴയ്ക്കുക. ഇത് ഞാൻ ചൂടോടുക്കനെ ഇട്ടുകൊണ്ടാണ് കേട്ടോ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുന്നത്. അത് പോരാത്തതിന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരും വേണ്ടതല്ലേ, അതുകൊണ്ടും കൂടെ ആണേ. വീഡിയോ എടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ വേർഷൻ ഓഫ് ചട്ടിച്ചോറ്. ഇതിൻ്റെ ടേസ്റ്റൊന്നും നമ്മൾ ഹോട്ടലിൽ പോയാൽ കഴിക്കുന്ന ചട്ടിച്ചോറിന് കിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, ബൈ.